മമ്മി മമ്മി ഞാൻ എത്തിട്ടോ. ആ, നീ എത്തിയോ? എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ട്രിപ്പൊക്കെ? അടിപൊളിയായിരുന്നു. അവൻ എണീറ്റില്ലേ മമ്മി? എന്ത്? ഇല്ലില്ല, അവൻ എണീച്ചില്ല. അവൻ മേളത്തെ റൂമിൽ കയറി കഥ കടച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഇന്നലെ രാത്രി മൊത്തം കിടന്ന കാഴ്ചയിലായിരുന്നു. കരച്ചിൽ നിന്നും പറഞ്ഞാൽ പോരാ, മനുഷ്യന് സൗകര്യം തന്നിട്ടില്ല ഇന്നലെ രാത്രിയിൽ അവൻ. ആണോ? എന്നാ പറഞ്ഞ അവൻ കരഞ്ഞോണ്ട്? ഏതോ ഒരു സിനിയോ മിനിയോ അതിനെ കിടന്ന് ഇവിടെ കിടന്ന് ഭയങ്കര തെറിയായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കിച്ചുമ്പയും. ആണോ? ഞാനൊന്ന് മേലോട്ട് ചെല്ലട്ടെ, ഇപ്പൊ വരാം. എടാ, എന്നാ നീ പോയി ഫ്രഷ് ആയിട്ട് അവനെ വിളിച്ചോണ്ട് പോവാ, ഫുഡ് കഴിക്കാം. തക്കടു. നശിപ്പിച്ചു. ഒന്ന് മാസാക്കിക്കൊണ്ട് വരുമായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂ കയറി ഈ തക്കടു എന്നുള്ള പേര് വിളിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞേ? പിന്നെ നിന്നെ തക്കടു എന്നല്ലാതെ താ കൂട്ടി വേറെ വല്ലതും വിളിക്കണോ? അല്ല, ട്രിപ്പ് കഴിഞ്ഞ് എപ്പോഴാണ് എത്തിയേ? അതിപ്പോൾ രാവിലെ എത്തി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ സീനിയായിട്ട് പിന്നെയും ബ്രേക്കപ്പ് ആയോ? അതെങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞേ? ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഭയങ്കര മോങ്ങിച്ചായിരുന്നു അമ്മ പറഞ്ഞു. പിന്നെ ഈ രാവിലെ നീ മോട്ടിവേഷൻ സോങ് കേട്ട് ഇവിടെ പിറുകൊടുത്തോണ്ടിരിക്കുന്നത് കണ്ട് ആർക്കാണേലും മനസ്സിലാവില്ലേ? അതെൻ്റെ ലൈഫിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ ഇന്നലെ അവസാനിച്ചത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവൾ പോവാണെങ്കിൽ പോട്ടേന്നേ. ഇവളെക്കാളും നല്ലൊരു പെങ്കോച്ചിന് ഈ തക്കടു, ഈ അലൻ ആൻഡ് ഫിലിപ്പിന് കിട്ടും. ലച്ചൂസും ഗീതും ഒക്കെ പോയപ്പോൾ പറഞ്ഞ സെയിം ഡയലോഗ്, ഒരു മാറ്റവും ഇല്ല. ഇത്തവണ അവൾ എന്തും പറഞ്ഞാ പോയേ? എനിക്ക് മെച്യൂരിറ്റി ഇല്ലെന്ന്, എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന്, ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആണെന്നൊക്കെ. അപ്പം കാരണമുള്ള കാരണമാണല്ലോ. ചേട്ടനാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. നീ അതൊക്കെ വിട്. താഴോട്ട് വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങോട്ട് വരും. ഇനി എന്താ നിന്റെ പ്ലാനോ? പ്ലാൻ ഇപ്പോൾ ഈ ഫുഡ് കഴിക്കണം, എന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. നല്ല ക്ഷീണം. എടാ മരവാഴ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്നാന്നാ ചോദിച്ചേ? ഫ്യൂച്ചർ പ്ലാൻ അത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു മോനെ, നിനക്ക് 24 വയസ്സായി. നീ ഇപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളോ? ഞാനൊരു കാര്യം പറയാം. ഇപ്പം നിനക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല. നിന്നലെ രാത്രിയും കൊണ്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കുക. അപ്പം നീ ഇതുപോലത്തെ വള്ളിയൊന്നും നിന്റെ കാലേ കുടുങ്ങത്തില്ല. നോക്കാഞ്ഞിട്ടല്ലല്ലോ, കിട്ടാഞ്ഞിട്ടല്ലേ. എങ്ങനെ കിട്ടാനാ? അതുപോലത്തെ കണ്ടീഷൻസ് അല്ലേ നീ വെക്കുന്നേ. എൻ്റെ മോനെ, ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇത്രയും പെരുത്ത കണ്ടീഷൻസ് വെച്ച് നിനക്ക് ജോലിയൊന്നും കിട്ടത്തില്ലടാ. അതെൻ്റെ വൈബിനൊത്തുള്ള ജോലി ഒന്നും കിട്ടാത്തതുകൊണ്ടല്ലേ. എൻ്റെ വൈബിനൊട്ടുള്ള ജോലി കിട്ടുന്നതാണ് വരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ്റെ ഒരു വൈബ്, ഇളയ മോനല്ലേ, അതല്ലേ ഇതല്ലേ മറ്റേന്നൊക്കെ പറഞ്ഞ് ലാളിച്ച് തലേ കയറ്റി വെച്ചപ്പോൾ അവൻ തലേ കയറുന്ന ഡാൻസ് കളിക്കുന്നു. ഇതുവരെ ഞങ്ങളെല്ലാം നിന്നോട് മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഒരു മാസം ടൈം ഞാൻ നിനക്ക് തരാം. അതിനുള്ളിൽ നീ ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ ജീനിയിലെ ഉറങ്ങിക്കിടന്ന നാഗവല്ലിയല്ലേ ഇപ്പം എനിക്കത്. അമ്മച്ചി പറഞ്ഞതിലൊരു ഭീഷണി ഇല്ലേ മോനെ? പറഞ്ഞ് പേടിപ്പിക്കാതാണ് ചേട്ടൻ തട്ടി. ഒരു കാര്യം ഞാൻ നിനക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നീ പെട്ടു മോനെ, നീ പെട്ടു. കഴിച്ച് തീരാതെ കഴിഞ്ഞിട്ട് പോയാലും വേണ്ട കഴിച്ചിട്ട് പോകാം. നല്ല ശരിയായിട്ടില്ല. നീ ഉറങ്ങിയായിരുന്നോ? ഇല്ല. എന്താ? എത്രയും പെട്ടെന്നൊരു ജോലി കൊണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അമ്മച്ചി എന്നെ വെച്ചേക്കത്തില്ല. വളരെ നല്ല തീരുമാനം. മരണഭയം മനുഷ്യനെ നല്ല വഴിയിൽ നടത്തുന്നതാണല്ലോ. എന്നിൽ നിന്നും എന്ത് സഹായമാണ് അനിയൻകുട്ടൻ പ്രതീക്ഷിക്കുന്നത്? കുറച്ച് നാൾ മുമ്പേ ഒരു ജോലിയുടെ കാര്യം നീ പറഞ്ഞില്ലായിരുന്നോ? അതിന് വല്ല സ്കോപ്പുണ്ടോ? ആ ജോലി നിന്റെ വൈബിന് ചെയ്യുന്നൊന്നും അല്ല. നല്ല സ്ട്രിക്റ്റ് കമ്പനിയാണ്. അത് കുഴപ്പമില്ല. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും ഭേദമായിരിക്കും. ഉറപ്പില്ല, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, എന്താടാ ഒരു കള്ളത്തര? നീ എന്തിനാ ഇങ്ങനെ നിന്ന് പരങ്ങുന്നേ? ഒന്നുമില്ലടാ, ഏതൊരു ക്ലൈൻറ്റാ. പിന്നെ ക്ലൈൻറ്റുകളുടെ പേര് കുക്കുടുവാവാന്നാണല്ലോ ടി വിയിൽ വെച്ചേക്കുന്നത്. ക്ലൈൻറ്റും മണ്ണാങ്കട്ടി അല്ലെന്ന് എനിക്ക് മനസ്സിലായി. സത്യം പറയടാ, ആരാ? അയ്യേ, കാലും കൊണ്ട് കോളം കളിക്കുന്നോ? കാര്യം പറടാ. അത് പിന്നെ എൻ്റെ ഭാവി ചെറുതായിട്ടൊന്ന് പൂട്ടെന്ന് തോന്നില്ല. ഓഹോ, താരൊക്കെ ഒരു ചേട്ടനാണോടോ? തൻ്റെ അനി നീ ഒരവസ്ഥ നിൽക്കുമ്പോൾ തൻ്റെ മാവ് പൂക്കാൻ സമ്മതിച്ചില്ലേ? അതൊന്നും തന്നെ എൻ്റെ ബന്ധം അല്ല. കുഞ്ഞുമോൻ്റെ മാവ് കുറേ പൂത്തതല്ലായിരുന്നു ഇതിനു മുമ്പ്. നിന്റെ കയ്യിലിരിപ്പ് കാരണമല്ലേ അതെല്ലാം ഒടിഞ്ഞു പോയി. ഇനി എൻ്റെ മാവൊന്നും പൂക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല.
നീ വിഷമിക്കാതെടാ, നിന്നെ തലയിൽ വരച്ച ആരെങ്കിലും കാണും ഈ ലോകത്ത്. സമയമാകുമ്പോൾ മാടപ്രാവിനെ പോലെ ആൾ നിന്റെ മുമ്പിലോട്ട് പറന്നെത്തും. ഓ മതി ഫിലോസഫി, കേട്ടിട്ട് മടുത്തു. ഞാൻ കിടക്കാൻ പോവാം. ചേട്ടാ ഗുഡ് നൈറ്റ്. ചേട്ടൻ പറഞ്ഞത് ശരിയായിരിക്കും അല്ലേ? എന്നെ തലയിൽ വരച്ചിട്ടുള്ള ആരെങ്കിലൊക്കെ കാണുമായിരിക്കും ഈ ലോകത്ത്. അങ്ങനെ ആരും ഇല്ലാണ്ട് പോയിട്ടൊന്നുമില്ല. ആരാണെങ്കിലും ഒന്ന് പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. കുഞ്ഞേ ഉണരൂ. ഇതെന്തൊരു കൂർക്കം വലിയാണിത്? കുഞ്ഞെ ഉണരൂ. 5 മിനിറ്റോടെ മമ്മി. വധുരി എനിക്കടാ. അമ്മേ ആരാ? അയ്യോ ഞാനവിടെ. കുഞ്ഞെ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാം എല്ലാം പറഞ്ഞു തരാം. അയ്യോ താനാരാ? വല്ല ഫാഷൻ ഷോയ്ക്ക് വല്ലതും പോയിട്ട് വന്നാണോ? അല്ല കുഞ്ഞെ, നോമിനെ കണ്ടിട്ട് കുഞ്ഞിന് അങ്ങനെയാണോ തോന്നിയത്? കുഞ്ഞിനോട് സംസാരിക്കാനായിട്ടാണോ നോം വന്നിരിക്കുന്നത്? അയ്യേ എന്നെ കിഡ്നാപ്പ് ചെയ്താണോ? ദേ എന്നെ കിഡ്നാപ്പ് ചെയ്തിട്ട് ചേട്ടന് ഒരു ലാഭവും ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് 5 പൈസ കിട്ടത്തില്ല. ദേ ചെറുക്കൻ, ഞാൻ പറഞ്ഞു കേട്ടോ, തൂക്കി കയറി വെടിവെക്കല്ലെന്ന്. അതായത് ഞാനാണ് കുപ്പി. പ്രേമം എന്ന വികാരം മനുഷ്യന്മാരിൽ ഉണ്ടാകാൻ കാരണം ഞാനാണ്. നിന്റെ ചോദ്യങ്ങളും നിന്റെ പ്രാർത്ഥനകളും ദൈവം കേട്ടിരിക്കുന്നു. അത് ഉത്തരം നൽകാനാണ് എന്നെ പറഞ്ഞു വിട്ടത്. കുപ്പിടോ? ഇത് മറ്റേ ആ അമ്പും വില്ലും ഒക്കെ ആയിട്ട് നടക്കുന്ന ആ ഒരു സെറ്റപ്പ് അല്ലേ? ആ അത് തന്നെ, കൊച്ചിയാളാൻ കണ്ടുപിടിച്ച്. നിന്റെ പേര് തലയിൽ വരച്ച ആ വ്യക്തിയെ നീ വൈകാതെ കാണും. ആ വ്യക്തിയെ കാണുന്ന നിമിഷം പ്രേമം എന്ന വികാരത്തിന്റെ യഥാർത്ഥ ഭാവവും അതിന്റെ ആഴങ്ങളിലെ സത്യവും നീ മനസ്സിലാക്കും. എന്ത് തേങ്ങ അയാൾ ഈ പറയുന്നത്? ചെളിമണ്ണ് പോലും തലയില്ലാത്ത നിനക്ക് ഞാൻ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ഇപ്പോൾ കാണുന്ന ഈ വ്യക്തിയിലാണ് പ്രേമം എന്ന വികാരം നിന്റെ ഉള്ളിൽ പൂത്തൊളിയാൻ പോകുന്നത്. ഇതൊരു എനിക്കിതൊന്നും മനസ്സിലായിട്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അത് നോമിനറിയാം. നീ ഈ വ്യക്തിയെ നേരിട്ട് കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നീ ഓർക്കും. ഞാൻ പറഞ്ഞ ഓരോ വാക്കും നിന്റെ മനസ്സിൽ പതിയും. അതാണ് നിനക്കുള്ള സൂചന. പക്ഷെ അയ്യോ പോയോ? അയ്യോ പോവല്ലേ? കുപ്പിന്മാലാകെ പോവല്ലേ? ഇവനെന്ത് തേങ്ങയൊക്കെ കിടന്ന് കാണിക്കുന്നേ? തക്കുടു എണീക്കടാ. ഞാൻ കുപ്പിടെവിടെ? കുപ്പിയോ? എന്താടാ നിനക്ക് വയ്യേ? കെവിനേട്ടാ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്ത് കണ്ടെന്നാ? എടാ നിന്ന് ബാലാമണി കളിക്കാതെ വരെ കാര്യം പറ. കഞ്ചാവൊന്നും അല്ല. ഇല്ല കെവിനേട്ടാ, ഞാൻ സത്യവാ പറയുന്നേ. ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടു. എടാ അതൊരു സ്വപ്നമല്ലേ? നമ്മൾ ഇന്നലെ പറഞ്ഞതും നീ ഓരോന്ന് ആലോചിച്ച് കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ നീ സ്വപ്നം കണ്ടതാ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇല്ല കെവിനേട്ടാ, ഇത് എന്നത്തെയും പോലെ അല്ല. ഐ ഫീൽ സോ റിയൽ. ഞാൻ ആ മുഖം കണ്ടു. പക്ഷെ എനിക്കത് അത്ര വ്യക്തമായിട്ട് ഓർമ്മയില്ല. ചിലപ്പം കുപ്പിട് പറഞ്ഞ പോലെ നേരിട്ട് കാണുമ്പം എനിക്ക് ഓർമ്മ വരുമായിരിക്കും. എൻ്റെ കുടു, നിനക്കല്ലാത്ത തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നീ ഇതും കൂടെ തലയിൽ കയറ്റി വെക്കല്ലേ. ഇല്ല കെവിനേട്ടാ, ഇത് ഞാൻ വിടില്ല. എനിക്കിത് പറഞ്ഞു തരാൻ പോലും അറിഞ്ഞൂടാ. ഓക്കെ ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ഇപ്പോൾ താഴോട്ടോ. എന്നാലും അത് ആരായിരിക്കും? ആദ്യമായിട്ടാ ഒരു കാര്യം, അതും വെറൊരു സ്വപ്നം എന്നെ ഇത്രയും അഫക്റ്റ് ചെയ്യുന്നത്. ഈ പകലും രാത്രിയും മുഴുവൻ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ച് നടക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, നീ തന്നെ എനിക്കതൊരു വഴി കാണിച്ചു തരണേ. കെവിനെ, എടാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. നീ പോയി വാങ്ങിക്കോ? ഞാൻ പോവാലോ. പിന്നെ ആ തക്കടൂരിനോട് കൊണ്ടുപോക്കോ. പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഞാനോ? എനിക്കൊന്നും വയ്യേ. എനിക്ക് വേറെ കുറേ പരിപാടി ചിന്തിക്കാനോ ആലോചിക്കാനുള്ളതാ. നീ എന്നെക്കൊണ്ട് ഇനിയും പറയിപ്പിക്കുമോ? വാ കെവിനേട്ടാ, നമ്മളിതേ ലേറ്റ് ആവുന്നു. ഞാൻ എടുക്കാൻ വേണ്ടി പോയിട്ട് വരാമോ നീ? ഇവിടെ മൊത്തം ആൾക്കാരാണല്ലോ. വായി നോക്കി നിൽക്കാതെ പോയി സാധനങ്ങൾ എടുക്കടാ. ദേ
എൻ്റെ മനസ്സിലോട്ട് ഇപ്പം പതിഞ്ഞല്ലോ. ഇനി ഇയാളുടെ വല്ല പെണ്ണുകൊണ്ടാണോ? നീ ഇവിടെ എന്നാ വായി കുളിച്ചോണ്ട് നിൽക്കുവാ? വാ. ഞാനിവിടെ കണ്ടു കെവിനേട്ടാ. ആ ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ, ഇവിടെ നീ പലതും കണ്ടെന്നിരിക്കും, നീ ഇന്ന് വാ. അതല്ല കെവിനേട്ടാ, ഞാൻ കണ്ടു. കുപ്പിട് പറഞ്ഞ ആളില്ലേ, ആളെ ഞാൻ കണ്ടു. ഒന്ന് പോയടാ, പെമ്പിളാരെ കാണുമ്പോൾ നിന്റെ സൂക്കേട് എനിക്ക് അറിയാവുന്നതല്ലേ. അയ്യോ ഇതല്ല, ഞാൻ സത്യമാ പറയുന്നേ. ഞാൻ കണ്ടു. ഞാൻ കണ്ടത് പെണ്ണിനെ അല്ല. ആ ബെസ്റ്റ്. ഇപ്പം എങ്ങനെ ഇരിക്കണ്? വല്ല ആൻറ്റിമാരെ വല്ലതും ആണോ നീ കണ്ടേ? ആ ആൻറ്റിയുടെ കെട്ടിയോ വന്ന് നിന്നെ ഇനി ഭിത്തി കയറ്റാതേൻ്റെ ഉള്ളൂ. അയ്യേ, ആൻറ്റി ഒന്നുമല്ല, ഒരു ആണിനെയാ കണ്ടേ. ഓ എന്തോന്ന്? ആണിനെയോ? ആ, ഒരാണിനെയാ ഞാൻ കണ്ടേ.